ഈ ഗാന്ധി കുടുംബത്തിനെതിരായിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ വൈരനിര്യാതന ബുദ്ധിയാണോ എന്ന് നമുക്കറിയില്ല. കാരണം 2 ഗാന്ധിമാരെ ജയിപ്പിച്ചുവിട്ട ഒരു മണ്ഡലത്തിലുണ്ടായ ഡിസാസ്റ്ററാണ് നിങ്ങൾ അനുഭവിക്കുക എന്നതാണോ ഒന്നും നമുക്കറിയില്ല. അതായത് ഈ ദുരിതാശ്വാസ പാക്കേജ് അനുവദിക്കാതിരിക്കാനുള്ള കാരണം ഇതുവരെയും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടില്ല. അവിടെ കൊണ്ടും തീരുന്നില്ല. ഇപ്പോൾ വിഴിഞ്ഞത്ത് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് അത് വായ്പ അവിടെ വരുന്ന വരുമാനത്തിൽ നിന്ന് അത് തിരിച്ചടയ്ക്കണം കേന്ദ്രത്തിന് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ലെറ്റർ വന്നത് കഴിഞ്ഞ ദിവസം ഉണ്ടായി. ഇന്ന് മുഖ്യമന്ത്രി അതിനെതിരെ ഒരു കത്ത് എഴുതിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ആ കത്തിലേക്ക് വളരെ മാന്യമായ വളരെ ബഹുമാനപൂർവ്വമായ ഭാഷയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എങ്കിൽ പോലും അത് പച്ചമലത്തിൽ പറഞ്ഞ പോക്രിത്തരമാണ്. അതിന് കാരണം എന്ന് വെച്ചാൽ ഈ VGF എന്ന് പറയുന്നത് ഈ 2004 തുടങ്ങിയതാണ് രാജ്യത്ത്. 2004 ഇപ്പോൾ ഒരു വലിയ പ്രൊജക്ട് വരികയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് കുടിവെള്ള പദ്ധതി വരികയാണെങ്കിൽ ആ കുടിവെള്ള പദ്ധതി യഥാർത്ഥത്തിൽ ഒരു ഫിനാൻഷ്യലി വയബിൾ ആയിരിക്കില്ല. അതായത് ആ പദ്ധതി മുതൽ പണം അങ്ങനെ തന്നെ തിരിച്ചു കിട്ടില്ല. അടുത്ത മാസം മുതൽ 10 വർഷം കഴിഞ്ഞ് 20 വർഷം കഴിഞ്ഞൊന്നും ആ പണം തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ അത്തരം പദ്ധതി അതായത് ഫിനാൻഷ്യലി വയബിൾ അല്ലാത്ത എന്നാൽ എക്കണോമിക്കലി ഓർ സോഷ്യലി വയബിൾ ആയിട്ടുള്ള ഒരു പദ്ധതി, അങ്ങനെ അത്തരം പദ്ധതികളെ കേന്ദ്ര സർക്കാർ സഹായിക്കുന്ന ഒരു സ്കീമാണ് ഈ VGF എന്ന് പറയുന്നത്. ഇപ്പോൾ വിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ വിഴിഞ്ഞൊരു പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഒരു തുറമുഖമാണ്. ആ തുറമുഖത്തിന് പണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ തുറമുഖം ഫിനാൻഷ്യലി വയബിൾ അല്ല. കാരണം അത് തുടങ്ങി കഴിഞ്ഞാൽ കുറേ വർഷങ്ങൾ കഴിഞ്ഞാൽ അതിന് വരുമാനം കിട്ടും എന്ന് നമുക്കറിയാം. അപ്പോൾ എക്കണോമിക്കലി